അങ്ങനെ ഒരു കുന്ന് എൻ്റെ മുകളിൽ വന്നാൽ ഞാനവിടെ നടന്നിരുന്നതിന് പോലും തെളിവുണ്ടാവില്ല. അത് വെച്ചിട്ട് ചുമ്മാ അങ്ങനെ കുത്തിയിട്ട് രണ്ടാമത് കുത്തുമ്പോൾ കോർത്തെടുത്തത് പാമ്പിനെയാണ്. കയ്യിൽ കുത്തി കയറ്റിയിട്ട് ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് ആശുപത്രി പോകണം എന്നൊക്കെ പറഞ്ഞു. അയാൾ ഇമാർ പാൽ എന്നൊക്കെ അങ്ങോട്ട് കടന്നു പോയിക്കോ. സിനിമ ഷൂട്ടിംഗ് തന്നെ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളാണ് സിനിമ ചെയ്യാൻ പോകുന്നത്. അല്ല, അപ്പോഴും എൻ്റെ കയ്യിൽ ഉമ്മയുടെ കത്തുണ്ടായിരുന്നു. ഈ കോളനിയിലെ കുട്ടി 4ാം ക്ലാസ്സുകാരൻ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ടൊരു ഭയങ്കര ഫീൽ തോന്നി. ഇത് ഷൈൻ ചെയ്യാനുള്ള അവസരമാണ്, റഷീദ് എഴുന്നേറ്റ് പറയടാന്നുള്ള എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇവിടെയാണ്. ഇപ്പം എന്താ സംഭവിച്ചാൽ 12 മണിക്കൊക്കെ അങ്ങോട്ട് വിളിക്കും. ആര്? അത്യാവശ്യം കള്ളു കുടിച്ചിട്ട് ചില ആൾക്കാർ പാർക്കിലല്ലേ ആ ശ്രമമാണ്. അയാളാണെങ്കിൽ തൂങ്ങുന്നത് ഈ ഇലകളുടെ മറവ് കാരണം കറക്റ്റ് കിട്ടാതെ അവൻ പെട്ടെന്ന് അങ്ങ് ഈ റോഡിലേക്ക് മാറിയോടെ കൂടി പെട്ടെന്നൊരു കാറ് വന്ന് ഇവനെ ഇടിച്ചു തെറിപ്പിച്ചു. സംഭവിക്കാറുണ്ട്, ഈ നിമിഷം വരെ സംഭവിച്ചിട്ടുണ്ട്. ഒരു കാര്യമുണ്ട്, എന്നെ പരിചയപ്പെട്ടവരാരും മറക്കില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അമ്മേനെ ഉപദ്രവിക്കുന്നു, തലക്കടിച്ച് കൊല്ലുന്നു, എത്ര അങ്ങനത്തെ കാര്യങ്ങൾ. നമ്മുടെ അമ്മ എപ്പോഴും നമ്മുടെ ആ ഒരു സ്നേഹം, എഴുതാനും വായിക്കാനും അറിയാത്ത അമ്മമാര് പോലും നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികളൊട്ടും മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾ മനസ്സിലാക്കാണ്ടല്ല, ഇപ്പോഴത്തെ കുട്ടികളിൽ പ്രവർത്തിക്കുന്ന ചില ലഹരികൾ കാരണം മനസ്സിലാവില്ല. ഇപ്പോഴത്തെ കുട്ടികൾ നല്ല കുട്ടികൾ തന്നെയാണ്, ആരും മോശമൊന്നുമില്ല. പക്ഷേ നമ്മളെ നിയന്ത്രിക്കുന്ന മറ്റൊരു ശക്തി വരുമ്പോൾ ആ ശക്തി നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ വ്യൂ പോയിന്റിൽ അവൻ്റേതായ ചില ന്യായങ്ങൾ തോന്നും. ഇപ്പോൾ മയക്കുമരുന്നിന് അഡിക്റ്റായ ചില ആൾക്കാരെ നമ്മൾ അറിഞ്ഞിടത്തോളം ആരെങ്കിലും വന്ന് എന്താണെന്ന് ചോദിച്ചാൽ അവനെ കൊല്ലാൻ വരികയാണെന്നാണ് അവൻ്റെ മൈൻഡ് പറയുന്നത്. അവനതിന് പ്രതികരിച്ചേ തീരുമെന്ന് അവൻ്റെ മനസ്സ് പറയുന്നു. അങ്ങനെ അവൻ ആയുധം കൈപ്പിടിക്കുന്നു, വെട്ടുന്നു എന്നൊക്കെയാണ് കേൾക്കാൻ കഴിഞ്ഞത്. അത് അവൻ്റെ കുറ്റമല്ലല്ലോ. അവന് സ്വബോധത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അവനങ്ങനെ തോന്നില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അല്ലാണ്ട് ഇപ്പോൾ ഒരു അമ്മേനെ ഉപദ്രവിച്ച് കൊല്ലണമെന്ന് ഒരു മക്കൾക്കും തോന്നില്ല. എന്തിൻ്റെ പേരിലാണ്? പക്ഷേ അത് അവനെ ന്യായീകരിക്കുകയല്ല, അവനിലുള്ളിൽ പ്രവർത്തിക്കുന്ന ആ വിഷമാണ് അവനങ്ങനെ ആക്കി തീർക്കുന്നത്. അതിനുള്ളൊരു അവസരം കുട്ടികൾ വരുത്താതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഏതൊരു അച്ഛൻ, അത് അച്ഛനും അമ്മയൊക്കെ ആകുമ്പോഴത് മനസ്സിലാവുക. അച്ഛനും അമ്മയ്ക്കൊക്കെ എവിടെ ഒരു വേദന മക്കൾ. ഞാനിപ്പോൾ ഈ അടുത്തൊരു ഷോർട്ട് ഫിലിം വർക്ക് കൂടി. അതിൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബലൂൺ, ഹൈഡ്രജൻ ബലൂൺ, ഈ പാടത്തെ വൈദ്യുതി ലൈനുണ്ട്, ആ ലൈനിലേക്ക് പോയിട്ട് ഈ കുട്ടി അതിൻ്റെ മുകളിൽ കയറുന്നതാണ്. മറ്റൊരു കുട്ടിയാണ് ഡയറക്റ്റ് ചെയ്തത്, ഞാനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നത്. ആ ബലൂൺ മുകളിലേക്ക് കയറുന്തോറും ആ മുകളിലേക്ക് കയറി പോകുന്നതാണ്. ഞങ്ങളൊക്കെ ഇരുന്ന് ചിത്രീകരിച്ചു. അതിൽ നമ്മുടെ സുബൈർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇളാപ്പുണ്ട്. ആ കക്ഷി വന്നിട്ട് ടി വിയിൽ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ട് നിർത്ത് എന്തുണ്ടാവുക, ഷോക്കടിക്കോ? അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു കലാരൂപമല്ലേ കണ്ട. കലാരൂപമായിട്ട് കാര്യമില്ല, എനിക്ക് പേരക്കുട്ടികളുണ്ടേ, അവൻ അതേമാതിരി വികൃതി എനിക്കിത് കാണാൻ പറ്റില്ല, അവർക്ക് പറ്റുന്നില്ല. അപ്പം ഞാനൊക്കെ ആകാശദൂത് കണ്ട സമയത്ത് കാണുന്നാവില്ല ഇനി കാണുമ്പോൾ. കാരണം എന്താ, നമുക്ക് തീരെ സഹിക്കില്ല. കാരണം നമ്മളത് നമ്മുടെ മക്കളുമായി ചേർത്ത് വായിക്കും. അതേപോലെ അമ്മയോ അച്ഛനൊക്കെ ആകുമ്പോഴാണ് മക്കൾക്ക് അത് ഫീൽ ചെയ്യുള്ളൂ, പശ്ചാത്തപിക്കും. അതാണ്. പിന്നെ ഇതേപോലെ മരുഭൂമിയിൽ ഉണ്ടായിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പം ഈച്ചയുടെ ശല്യം ഉണ്ടായി, തക്കാളി നമ്മൾ കൃഷി ചെയ്ത സാധനം എടുത്ത് എറിയുന്നു. അതുപോലെ പാമ്പ്, തേള്, അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? പാമ്പും തേളും അവിടെ സ്ഥിരമാണ്. പക്ഷെ പാമ്പുണ്ടെന്ന് അറിയുമായിരുന്നില്ല. നമ്മൾ ഈ കലാ മനസ്സിലുള്ളതുകൊണ്ട് നിലാവുള്ള രാത്രി വസ്ത്രങ്ങൾ പോലും ശരിക്കും ധരിക്കാതെ തനിച്ച് ഞാൻ ആദമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കും. കാരണം ആരും നോക്കാനും പറയാനൊന്നുമില്ല. അതൊക്കെ കാറ്റത്തൊക്കെ പോയിട്ട് തിരിച്ച് ഡ്രസ്സ് ഷർട്ടും ഒന്നും കാണാതെ വസ്ത്രമില്ലാണ്ട് റൂമിലേക്കൊക്കെ ഓടിച്ചെല്ലും. കാരണം ആ ഒരു മൂഡാണ്. അങ്ങനെ പാട്ടും പാടിയിട്ട് അന്ന് ഏതാണ് മറ്റേ കിരീടത്തിലെ മറ്റേ ഒരു പാട്ടില്ലേ, മധുരം ജീവാമൃത ബിന്ദു, അതൊക്കെ പാടിയിട്ട് ആ സമയത്താണ് അനിയത്തിപ്രാവ് എന്നുള്ള സിനിമ ഇറങ്ങിയത്. അത് ഞാൻ കണ്ടത് ഫുജറ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു തിയേറ്ററിനാണ്. അത് കണ്ടത് കൂടി ആകെ വന്നപ്പോൾ തലയ്ക്ക് പിടിച്ചു, പ്രേമം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ മലർന്ന് കിടക്കുന്ന സമയത്ത്, നടന്നു വരുന്ന സമയത്ത് കാലിൻ്റെ അടിയിൽ തൊട്ടടുത്തുനിന്നൊരു ശബ്ദം, ചീറ്റൽ കേൾക്കുന്ന. അപ്പം എൻ്റെ വിചാരം ഈ തോട്ടത്തിലെ പൈപ്പുണ്ടല്ലോ, അതിൽ വെള്ളം, തോട്ടങ്ങൾ പരസ്പരം കണക്ഷനാണ്. അപ്പോൾ ഈ കുഴൽ കിണറിന്ന് വരുന്നൊരു പൈപ്പിൽ നിന്ന് വെള്ളമില്ലാതെ എയർ പോവുകയാണെന്ന് കരുതിയിട്ട് ഞാനിതിങ്ങനെ അതൊന്ന് തപ്പി നോക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു ബംഗാളി ടോർച്ച് അടിച്ചിട്ട് ഈ ശബ്ദം കേട്ട് വന്നിട്ട് അടിച്ചു നോക്കുമ്പോൾ ഈ വാലില്ലാത്ത
തല മാത്രം കാണാവുന്ന ഒരു തരം ഒരു പാമ്പ് വായും പൊളിച്ച് എൻ്റെ കാലിൻ്റെ ചോട്ടിൽ നിന്ന് ചീറ്റുക. ഇപ്പോഴും എനിക്ക് ഞാൻ ഉറപ്പ് പറയാം, അത് ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കും. അതായത് ഈ ചീറ്റുമ്പോൾ നമ്മൾ ശ്വാസം വലിച്ചിട്ടല്ലേ ചീറ്റുക. ഇത് ഒരു ട്യൂബിൽ നിന്നും, ഒരു വാഹനത്തിൻ്റെ ടയറിൻ്റെ ട്യൂബിൽ നിന്നും നിരന്തരം എയർ പോകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം എങ്ങനെ, അതേപോലെ ഇന്ന് മുകളിലേക്ക് വലിക്കാതെ ചീറ്റുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ. അത് കുറേ നേരം ഞാനത് കേട്ടു. അതായത് അതെങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല. അതുകൊണ്ടാണ് എനിക്കിത് പൈപ്പാന്ന് തോന്നിയത്. ഇത് ആ ടോർച്ചിൻ്റെ പ്രകാശത്തിലാണ് ഈ പാമ്പിനെ കണ്ടത്. ആ പാമ്പെങ്ങാനും കൊത്തിയിരുന്നെങ്കിൽ, ഞാനവിടെ മറിഞ്ഞ് വീണിരുന്നെങ്കിൽ, സ്വാഭാവികമായിട്ട് അവിടെ മണൽക്കാറ്റ് അടിച്ചിട്ട്, അതായത് നിമിഷം കൊണ്ടാണ് ഒരു കുന്ന് മാറിയിട്ട് അടുത്ത സ്ഥലത്ത് കുന്നുണ്ടാവുക. ഈ വലിയ കുന്നിൻ്റെ മുകളിലൊക്കെ പതാക പോലെയാണ് കാറ്റിങ്ങനെ അടിക്കുമ്പോൾ മണൽ പാറുന്നത് ശരിക്കും കാണാം, കൊടി പാറുന്ന പോലെ. വളരെ നിമിഷം കൊണ്ട് ആ കുന്ന് മാറി അപ്പുറത്തായിരിക്കും കുന്ന്. അങ്ങനെ ഒരു കുന്ന് എൻ്റെ മുകളിൽ വന്നാൽ ഞാനവിടെ നടന്നിരുന്നതിന് പോലും തെളിവുണ്ടാവില്ല. മനസ്സിലായോ? അപ്പോഴും എൻ്റെ കയ്യിൽ ഉമ്മയുടെ കത്തുണ്ടായിരുന്നു. ഞാൻ കടയിൽ നിന്ന് വരുന്ന ഒരു സമയമായിരുന്നു. അതിലെൻ്റെ മോന് സുഖമില്ലടാ, ഒരു അസുഖമില്ലാതെ പടച്ചോൻ കാക്കട്ടെ എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം. പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഒരു ഈന്തപ്പനയുടെ ചോട്ടിൽ നനവിൽ ഒരു പകുതി മുറിഞ്ഞ ഒരു കത്തിയുണ്ട്, പുല്ല് ചെത്തുന്നത്. അത് വെച്ചിട്ട് ചുമ്മാ അങ്ങനെ കുത്തിയിട്ട് രണ്ടാമത് കുത്തുമ്പോൾ കോർത്തെടുത്തത് പാമ്പിനെയാണ്. കാരണം ഇതിൻ്റെ മണലിന് അടിയിലുണ്ട്, നമുക്ക് അറിയാത്തതുകൊണ്ട്. അങ്ങനെ കുത്തുമ്പോൾ അതിൻ്റെ വയറിൽ പൊളിഞ്ഞ് എടുക്കുമ്പോൾ പാമ്പിനെ കിട്ടി. അവിടുന്ന് എഴുന്നേറ്റ് ഓടി. അതുപോലെ ഷൂസ് ഊരി വെച്ചാൽ, പുറത്ത് ഊരി വെച്ചാൽ അതിൽ തേള് വന്ന് കയറും. നമ്മളറിയുന്നത് ഗൾഫ് അല്ലാത്ത മരുഭൂമിയിലൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ശരിക്കും വളരെയധികം സൂക്ഷിച്ച് ചെയ്യണം. അങ്ങനെ കുറേ നേരം പോക്കുകളുണ്ട്. നേരം പോക്കോ പേടിയാവുന്ന കേൾക്കുമ്പോൾ തന്നെ. ഓക്കെ, അവിടെ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നോ കറക്റ്റായിട്ട്? ശമ്പളം വളരെ ചുരുങ്ങിയ ശമ്പളമാണ്. അല്ലാണ്ട് അറബിയുടെ വശത്തൊന്നും നമുക്ക് വിഷമങ്ങളൊന്നുമില്ല. നമ്മൾ തന്നെ വേണച്ചിട്ട് ചെന്ന് പെട്ട പണിയല്ലേ. നമുക്ക് വേണ്ടെങ്കിൽ പോരാൻ കേട്ടോ. അല്ലാണ്ട് ആടുജീവിതം പോലെ കുടുങ്ങി കിടക്കുമെന്നല്ല. നമ്മളതിനെ എന്തായാലും അനുഭവിക്കാം, എങ്ങനെയൊക്കെ നോക്കാം. തീരെ പറ്റാണ്ടാകുമ്പോൾ പോരാന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. പിന്നെ ഗ്ലാമറൊക്കെ പോയി ആ വെയിൽ കൊണ്ട് നാറിയിട്ടേ വന്ന് കല്യാണം കഴിക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് രക്ഷയില്ല എന്ന് മനസ്സിലായി. പിന്നെ മാനസികമായിട്ട് നമ്മുടെ മൈൻഡ് വേറെയും ഇവിടെ കിടന്ന് ഉരുകയല്ലേ, ഈ വെയിലും കൊണ്ട് ഇങ്ങനെ ജീവിക്കുകയല്ലേ. അപ്പോഴാണ് ഗൾഫിൽ നിന്ന് ഈ റേഡിയോ ഏഷ്യ എന്ന് പറയുന്ന ഒരു ഇതെന്ന് ഞാൻ കുറേ സമ്മാനങ്ങൾ മേടിച്ചിരുന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, കാമുകിക്ക് ഞാൻ കത്തെഴുതും. ഈ സാഹിത്യം ഉള്ളതുകൊണ്ട് എഴുതിയിട്ട് ഞാൻ ആ കത്ത് കവർ ചെയ്തിട്ട് പോകുമ്പോൾ റേഡിയോന്ന് കേൾക്കുകയാണ്. ഏറ്റവും നല്ല പ്രേമലേഖനത്തിന് 1ാം സമ്മാനം കൊടുക്കുന്നു. ഈ മറ്റേ പ്രണയ ദിനത്തിനോടനുബന്ധിച്ച് കത്തുകൾ പ്രേമലേഖനം എഴുതി അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവളുടെ അഡ്രസ്സ് മാറ്റിയിട്ട് റേഡിയോ ഏഷ്യ റാസൽ കൈമാന്നും പറഞ്ഞിട്ട് അഡ്രസ്സ് മാറ്റിയിട്ട് ഈ പ്രേമലേഖനം അവർക്ക് അയച്ചു കൊടുത്തു. അതെനിക്ക് 1ാം സമ്മാനം 10 ഗ്രാമിൻ്റെ സ്വർണ്ണ ബാർ കിട്ടി. അതിപ്പോഴും എൻ്റെ മൊബൈലിൽ റെക്കോർഡിംഗ് ആണ് കേട്ടോ. അത് കിട്ടി. അപ്പോൾ അത് വാങ്ങിക്കാൻ പോകാൻ എളുപ്പമല്ല. ഞാൻ പോയ കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു അവതാരിക എന്നെ വിളിച്ചു. റഷീദ് പാർക്കിലല്ലേ, എന്താ സമ്മാനം വാങ്ങിക്കാൻ വരാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സമ്മാനം വാങ്ങിക്കാൻ എനിക്ക് ഒഴിവ് കിട്ടിയിട്ടില്ല. ശരി, ഞാൻ അങ്ങനെ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു, അതൊരു കാര്യം ചെയ്യോ, എൻ്റെ പേഴ്സണൽ നമ്പർ തരാം, റഷീദ് ഇടയ്ക്ക് വിളിച്ചോ, നമുക്ക് സംസാരിക്കാം, താങ്കൾ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലായി. അപ്പോൾ തന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ കടലാസിലേന്ന് എഴുതി, മറ്റേ അവർ നമ്പർ ഇങ്ങനെ തന്നു, എഴുതി. പിന്നെ എന്തൊക്കെ റഷീദ് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, സുഖമാണെന്നും പറഞ്ഞിട്ട് ആദ്യത്തെ നമ്പറിനൊരു കട്ട പോലെ ഇങ്ങനെ വരച്ചുണ്ടാക്കി. അതായത് ഔട്ട് ഓഫ് മൈൻഡിൽ ഇവരോട് സംസാരിക്കുന്ന സന്തോഷത്തിൽ, അതെ ആ നാട്ടിലെവിടെ എന്തൊക്കെയാണെന്നൊക്കെ ചെയ്യുമ്പോൾ നാട്ടിൽ എന്നും പറഞ്ഞിട്ട് അടുത്ത കള്ളി പൂർത്തിയാക്കി. അങ്ങനെ സംസാരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ നമ്പർ ഫുള്ള് കാണാൻ പറ്റാത്തതിൽ കട്ടായിട്ട് അടഞ്ഞുപോയി. മനസ്സിലായി? അപ്പോൾ പറഞ്ഞു വരുന്നത് ആ വിളി ഇല്ലാതെയായി, ഒറ്റപ്പെട്ടു. അല്ലെങ്കിൽ ഒരു കണക്ഷൻ്റെ മുകളിൽ നമുക്ക് അവരുമായിട്ടൊക്കെ സംബന്ധിച്ച് കുറച്ചും കൂടിയൊക്കെ മാനസികമായിട്ട് കുറേ സൗഹൃദങ്ങൾ ഉണ്ടാക്കാമായിരുന്നു. അതും ഉണ്ടായില്ല. ഈ ഫോൺ വിളിക്കുന്നത് അറബിയുടെ ഒരു ലാൻഡ് ഫോണാണ്. ആ ഫോണിൽ വേറെ എന്തെങ്കിലും കോളാണ്, അയാൾ പെട്ടെന്ന് വിളിക്കുമ്പോൾ എടുത്തില്ലേ ഭയങ്കര പ്രശ്നം. അതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കോൾ ഇങ്ങനെ വന്നാൽ ജസ്റ്റ് അറ്റൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അനുഭവങ്ങളായിരുന്നു. എന്നിട്ട് അവാർഡ് വാങ്ങിക്കാൻ പോയോ? അവാർഡൊക്കെ ലാസ്റ്റ് ഞാൻ ക്യാൻസൽ ചെയ്തതിന് ശേഷമൊക്കെ കൂടി വാങ്ങിച്ചു. കുറേ ഉണ്ടായിരുന്നു. ഉമ്മാക്ക് സമ്മാനം കിട്ടി. 150 പേരെ തോൽപ്പിച്ച് 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു റേഡിയോ ഏഷ്യയിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്. 150 പേരെ ഒരു വേദിയിൽ വെച്ച് ലൈവായിട്ട് തോൽപ്പിച്ചാൽ പല മത്സരങ്ങളുണ്ട്. അതിൽ 1ാം സമ്മാനം എൻ്റെ ഒരു 2-3 മാസത്തെ ശമ്പളമാണ് ഉണ്ടാവുക. അപ്പോൾ അത് അറിഞ്ഞിട്ട് ഞാൻ പോവാൻ നേരത്താണ് അറബി വന്നത്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ഈത്തപ്പനയുടെ മുള്ളിൽ കയ്യിൽ കുത്തി കയറ്റിയിട്ട്
ഞാൻ പറഞ്ഞു ഇത് എനിക്ക് ആശുപത്രി പോകണം എന്നൊക്കെ പറഞ്ഞു. അയാൾ ഹിമാർ താൽ എന്നൊക്കെ അങ്ങോട്ട് കടന്നു പോയിക്കോ, അതായത് നുണയെന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ ഓടി ഇറങ്ങി ടാക്സി വിളിച്ച് ആദ്യമായിട്ട് ദുബായ് കാണുകയാണ്. അതുവരെ ഞാൻ ദുബായ് കണ്ടിട്ടില്ല. അവിടെ ചെന്ന് നോക്കുമ്പോൾ റേഡിയോ ഏഷ്യ എന്ന് പറയുന്നതിൻ്റെ സ്റ്റാളിൽ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് മത്സരം 150 പേരെ, നിസാർ സെയ്ദ്, ആശാലത, ആൽബർട്ട് അലക്സ്, കുറേ വെട്ടൂർജി, ഇവരൊക്കെ ഇപ്പോഴേക്ക് കാണാൻ പാടാം. ആ സ്റ്റേജിലേക്ക് അവനവൻ്റെ പേര് എഴുതി കൊടുത്തിട്ട് ആ പേര് നറുക്കിട്ടിട്ട് അതിൽ നിന്ന് 150 പേരെ സെലക്ട് ചെയ്തിട്ടുള്ള കിട്ടുള്ളൂ. അതിലാദ്യം എനിക്ക് കിട്ടി. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആഗ്രഹവും ആത്മവിശ്വാസവും സ്ഥിരോത്സാഹത്തോടു കൂടിയ പ്രവർത്തനം ഉണ്ടെങ്കിൽ നമ്മൾ കൊതിച്ചാൽ അത് നടക്കും എന്ന് പറയുന്നില്ലേ, ആ പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ നമ്മൾ അത്രമാത്രം കൊതിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിൽ കയറി. എന്നിട്ട് ആദ്യത്തെ റൗണ്ടൊക്കെ ലോക്കൽ ചോദ്യം കേട്ടോ, അതായത് ചിലപ്പോൾ ABCD നിർത്താണ്ട് ചൊല്ലൂ എന്നൊക്കെ പറയുന്ന പോലുള്ള കളികളാണ്. ഓരോ റൗണ്ട് ചെറുത്. അത് കഴിഞ്ഞ് ജനറൽ നോളജ്, അങ്ങനെ വന്നിട്ട് അവസാനം എനിക്ക് ഒരു അക്ഷരം തന്നിട്ട് അത് മാക്സിമം വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാക്യങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയും. അങ്ങനെ അവസാന റൗണ്ട് 5 പേരായി. എന്ത് പറയണു? അപ്പോൾ എനിക്ക് എന്താ അറിയോ, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഇത് കൊടുക്കാൻ ശമ്പളമില്ല, ഇതെനിക്ക് ഇത് കിട്ടിയേ തീരും എന്നുള്ള ഇതാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു പോലീസും കള്ളനും കൂടി ഓടി ആരാ ജയിക്കാൻ മിക്കവാറെന്നറിയാം? എന്താ കാരണം? അല്ല, കള്ളൻ്റെ ജീവിതവും പോലീസുകാരൻ അയാളെ ഡ്യൂട്ടിയാണ്. മനസ്സിലായ? പോലീസുകാരൻ്റെ ഡ്യൂട്ടി, മറ്റവനത് ജീവിതമാണ്. അതുപോലെ നമ്മളിപ്പോൾ ഒരു ചാലുണ്ട്, അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിച്ചു, നമുക്കൊരു പട്ടി പിന്നിൽ വന്നാൽ നമ്മൾ ചാടിയിരിക്കും. അല്ലെ, നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല, ജയിച്ചേ തീരൂ. പിടിച്ചു നിന്നു, 1ാം സമ്മാനം കിട്ടി. അതൊക്കെ ഞാൻ ഈ പറയുന്നത് പൊള്ളുന്ന് തോന്നും, പക്ഷേ ഞാനതൊക്കെ എന്ത് ചെയ്തു, പിന്നീട് പിറ്റേ ദിവസം ഇത് ഓൾറെഡി ഓൺലൈനിൽ വരും, റേഡിയോയിൽ വരും. അപ്പോൾ ഞാൻ ആ ടൈപ്പ് റിക്കാർഡ് വാങ്ങിയിട്ടുള്ളത്, അതിൽ കാസറ്റ് റെക്കോർഡ് ചെയ്തിട്ട് ആ സമയത്ത് ബട്ടൺ അമർത്തി വെക്കും. അപ്പോൾ ആ പ്രോഗ്രാം അതിലുണ്ടാവും. ആ പ്രോഗ്രാമൊക്കെ എപ്പോഴും എൻ്റെ കാലം മാറുമ്പോൾ മൊബൈലിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാനുള്ള കുറേ തുരുത്തുകളായിട്ട് മാറി. അതാണ്. അതിനുശേഷം പിന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അവസ്ഥ? വീട്ടിലേക്ക് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ വിചാരിച്ചത്, ഞാൻ ഗൾഫിലേക്ക് പോവാണ്, ഒരു ബസ്സിലാണ് ഞാൻ പോയത് കോഴിക്കോട്ടേക്ക്. അപ്പം ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചു, ഒരു മാരുതി സെന്നിലെങ്കിലും വരണം വിമാനത്താവളത്തിൽ നിന്ന്. പിന്നെ അലങ്കാർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ കത്തിപ്പോയിട്ടുണ്ട്, അത് വാങ്ങിക്കണം. ഈ ചെരപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അത് അവിടെ കുറച്ചും കൂടി സ്ഥലം കൂടുതൽ വാങ്ങിക്കണം. പറ്റുമെങ്കിൽ ലുലു പോലെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു പരിപാടി കണ്ടാക്കണം. ഇങ്ങനെയൊക്കെ തന്നെ, ഗൾഫുകാരനല്ലേ എന്നൊക്കെയുള്ള രീതിയിലാണ് പോയത്. തിരിച്ചു വരുമ്പോൾ അറിയാമല്ലോ അവസ്ഥ. ഞാൻ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങി, ടാക്സിക്കാരൊക്കെ വളഞ്ഞു. അഭിമന്യു മറ്റേ പത്മവ്യൂഹത്തിൽ പെട്ട പോലെ കുടുങ്ങി. ടാക്സിക്കാർ ഞാൻ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ആരും കൊണ്ടുപോയിട്ട് കാര്യമില്ല, എൻ്റെ അടുത്ത് പൈസ ഇല്ല. കസ്റ്റംസുകാർ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ നാണം കെട്ടിട്ടാണ് വരുന്നത്, കാരണം ഒക്കെ എൻ്റെ പഴയ ഡ്രസ്സുകളാണ്. അങ്ങനെ ഞാൻ തൃശ്ശൂർ വരെ ബസ്സിൽ വന്നു. തൃശ്ശൂരിൽ നിന്ന് ഇനി വടക്കാഞ്ചേരിക്ക് ബസ്സില്ല, വൈകുന്നേരമാണ്. അപ്പം ഉണ്ട് എൻ്റെ അമ്മാവൻ, വകയിലൊരു അമ്മാവൻ മാങ്ങ ബിസിനസ് ആ സമയത്ത് സീസണിൽ. അപ്പോൾ പെട്ടി ഓട്ടോറിക്ഷയിൽ മാങ്ങ കച്ചവടം നടത്തിയിട്ട് കഴിഞ്ഞു പോവുക. അപ്പോൾ കുറച്ച് ചീഞ്ഞ മാങ്ങകൾ ബാലൻസ് ഉണ്ട്. എന്നെ കണ്ടോടുകൂടി എന്നെ നോക്കിയിട്ട്, ദുബായ്ക്കാരാ പോരുന്നില്ല വെച്ചാൽ, പിന്നെ എന്നാ കയറിക്കോ. അങ്ങനെ പെട്ടി ഓട്ടോറിക്ഷയുടെ പിന്നിൽ 2 സൈഡിൽ ഇങ്ങനെ കയ്യും വെച്ചിട്ട് ആ കാറ്റും കൊണ്ടിട്ടുള്ള വരവ് ഒരു പക്ഷേ മാരുതി സീസണിലാണെങ്കിൽ കിട്ടില്ല. മനസ്സിലായോ? അങ്ങനെയാണ് വീട്ടിലേക്ക് എത്തിയത്. പിന്നെ അച്ഛനും അമ്മയും എല്ലാവരുടെ അടുത്തും കാമുകിനെ കാണാൻ പോയിരുന്നു. പിന്നെ കാമുകിനെ കണ്ടിട്ട് ടൈറ്റാനിക് 2ാമത് ആ സമയത്ത് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക രാഗം തിയേറ്ററിൽ. അവളുടെ വാപ്പ അസുഖമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഭയങ്കര ദുഃഖത്തോടെ കാണാൻ പോയിട്ട് അവിടുന്ന് പൊക്കി സിനിമ കാണാൻ കൊണ്ടായി. സിനിമ കണ്ടു. അതിന് ശേഷം പിന്നെ കല്യാണം ഒക്കെ നടത്തി. ഇപ്പം അങ്ങനെ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നുണ്ട്. മക്കള് മോളുടെ വിവാഹം കഴിഞ്ഞ് 2 മക്കളായി. അവൾ ഖത്തറിലാണ്. മോനിപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇൻഫോ പാർക്കിലായിരുന്നു, ദുബൈയിലായിരുന്നു കുറച്ചു കാലം. ഇപ്പോൾ നാട്ടിലുണ്ട്. എഡിറ്റിങ്ങും പരിപാടികളൊക്കെ, ക്യാമറ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ ഷോർട്ട് ഫിലിമിലൂടെ അഭിനയിച്ച് ആ ഒരു സെൻസ് പതുക്കെ ഉണ്ട്. അങ്ങനെ പോകുന്നു. പിന്നെ ഇത്തരം കണക്ഷൻസ് കുറച്ച് ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ഫീൽഡിൽ വേണ്ടത് കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. ആൾക്കാരായിട്ട് നമ്മളൊരു സാധനം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണ രൂപത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വേറെ കുറേ ആൾക്കാരുടെ ഹെൽപ്പ് നമുക്ക് വേണം. എങ്ങനെയാണ് ഈ കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്നത്? അല്ല, നമ്മളിപ്പോൾ സിനിമ മേഖലയിൽ അസോസിയേറ്റ് അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും കുറേ ബന്ധങ്ങളുണ്ടാവും. എനിക്കതില്ല. കാരണം ഞാൻ സിനിമ ഷൂട്ടിംഗ് തന്നെ
പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളാണ് സിനിമ ചെയ്യാൻ പോകുന്നത്. മറ്റേ ബാലേന്ദ്രമേനോനൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഷോർട്ട് ഫിലിമുകളിലൂടെ സ്വന്തമായി ചെയ്തിട്ട് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ സിനിമ ചെയ്തതാണ്. അത് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടതാണ്. തുടർന്ന് ആ ചങ്കൂറ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സിനിമ ചെയ്യുന്ന. അപ്പോൾ എനിക്കില്ലാതെ പോകുന്നത് ബന്ധങ്ങളാണ്. അപ്പോൾ ഞാനിങ്ങനെ സിനിമാ സംവിധായകനാണ് എന്നുള്ളത് നമ്മുടെ സിനിമാ മേഖലയിലുള്ളവർ അധികം ആൾക്കാർ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യമുണ്ട്, എന്നെ പരിചയപ്പെട്ടവരാരും മറക്കില്ല. അതെ, കഥ കേട്ടിരിക്കാൻ എന്ത് രസം, പിന്നെ ആര് മറക്കും? അത് അങ്ങനെയല്ല. കാരണം നമ്മൾ ഈ ജീവിതം ഇങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നിലത്ത് കിടക്കാൻ പറഞ്ഞാലും കിടക്കും, സോഫയിൽ കിടക്കാൻ പറഞ്ഞാലും കിടക്കും. കാരണം അതിലൊന്നും വലിയ കാര്യമില്ല. വലിയ അത്രയും അതായത് അത്തരം ഒരു രീതി നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞത് കൊണ്ട് നമുക്ക് അതിൽ യാതൊരു അഹങ്കാരവും ഇങ്ങനെ വേണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ചെറിയ വിളിക്കും വലിയ വിളിക്കും വിളിക്കാൻ പറ്റും. എന്ത് വർക്കിനും നമ്മളെ കൂടെ കണക്ട് ചെയ്യാം. ചില ആൾക്കാരില്ലേ, നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട നടനായിരിക്കും. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളെന്താ വിചാരിക്കും, അവൻ ഇത്തിരി ഈഗോ കൂടല, അല്ലെങ്കിൽ അവൻ ഇതിലങ്ങ് ലയിക്കില്ല, നമുക്ക് വേറെ ആളെ നോക്കുക എന്ന് പറയുന്ന, അവരറിയാതെ എത്ര വർക്കുകൾ പോയിട്ടുണ്ടാവും അവരുടെ. കാരണം ചില ആവശ്യമില്ലാത്ത ബലപ്രയോഗം മൂലം പുലിവാലടാ നല്ല നടനാ പക്ഷെ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് വർക്ക് പോകുന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ ഫ്ലെക്സിബിൾ ആവുക, അത് ബോധപൂർവമല്ല, ഞാൻ പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് അന്തരീക്ഷം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കുറേ ബന്ധങ്ങളുണ്ട്. അവരുടെ ഒക്കെ വർക്കുകൾ വരുമ്പോൾ വിളിക്കും. അങ്ങനെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഒരു പണിയില്ലാതെ ഒരു 10,000-40,000 രൂപ ലോണ് മറ്റേ ഇത് അടച്ചിട്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ്. അതായത് മോളുടെ കല്യാണം, വീടും വയ്ക്കാൻ കുറച്ച് പൈസ ഒക്കെ ചിലവില്ലേ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. അതൊക്കെ നടത്തി പോകുന്നത് ഈ പേന കൊണ്ട് മാത്രമാണ് ഇതുവരെ. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇത്ര കാലമൊക്കെ അങ്ങനെ പോയില്ലേ, ഞങ്ങൾ പോയിക്കോളും. അല്ലാതെ ഏതെങ്കിലും എഴുത്തല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ആലോചിച്ചിട്ടുണ്ടോ? അല്ല, ആലോചിക്കാൻ നേരം കിട്ടില്ല. കാരണം വേറെ എന്തെങ്കിലും പോയത് നടക്കില്ല. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സ് തുറന്നിരുന്നാൽ മതി. അത് സംഭവിക്കാറുണ്ട്, ഈ നിമിഷം വരെ സംഭവിച്ചിട്ടുണ്ട്. അടുത്തത് എന്താണെന്ന് ആലോചിച്ചിരിക്കാവും, ആ സമയത്തൊരു വിളി വരും, അപ്പോൾ അത് ചെയ്യാൻ പോകും. ഇപ്പോൾ അടുത്തൊരു ഷൂട്ടുണ്ട് 2 ദിവസം കഴിഞ്ഞാൽ, അതങ്ങനെ സംഭവിക്കും. ആ കണക്ഷൻ്റെ മുകളിൽ വിളിക്കും. അത് മാത്രമല്ല, എഴുത്ത് പല സംഭവം ഉള്ളതുകൊണ്ട്, പാട്ട് വേണമെങ്കിൽ അങ്ങനെ, പിന്നെ സ്ക്രിപ്റ്റ് വേണമെങ്കിൽ അങ്ങനെ, സീരിയലിൻ്റെ ഇത് വേണമെങ്കിൽ അങ്ങനെ, സിനിമയുടെ തിരക്കഥ വേണമെങ്കിൽ അത്, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ അത് പല രീതിയിലായതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോയിക്കോളും. എന്തെങ്കിലുമൊക്കെ കിട്ടും. അല്ല പിന്നെ ലക്ഷ്യം. നമ്മൾ ഈ അല്ലാമ ഇക്ബാൽ എന്ന് പറഞ്ഞൊരാൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? മുഹമ്മദ് അല്ലാമ ഇക്ബാൽ കേട്ടിട്ടില്ല? എടോ, വന്ദേമാതരം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അത് എഴുതിയ ആളാരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ജനഗണമന എഴുതിയതാരാ? രവീന്ദ്രനാഥ്. സാരേ ജഹാംസ് വെച്ച് എഴുതിയ ആളാണ് ഈ മനുഷ്യൻ. ഈ 3 അദ്ദേഹം ഉറുദുവിൽ പറഞ്ഞൊരു വാക്കുണ്ട്, കാപ്താഹെ ദിൽ തര അന്ദേശ് തൂഫാൻ സിക്ക അനാഹുദ തു കഷ്ടി ബുത്തു സാഹിൽ ബിത്തു ആഹ് കിസ്ക് ജിസ്ത ജോ ആവാര റഹത്തി ഹുതുജെ രാഹുത്തു റഹ്റോ ബിത്തു റഹബർ ബിത്തു മൻസിൽ ബിത്തു. കറക്റ്റ് ആവണമെന്നില്ല, എന്നാലും പറയാം. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? മനുഷ്യ, കടലിൽ കൊടുങ്കാറ്റെന്ന് കേൾക്കുമ്പോൾ നിന്റെ ഹൃദയം എന്തിനാണ് വിറകൊള്ളുന്നത്? നീ തന്നെയാണ് കടൽ, നീ തന്നെയാണ് കപ്പൽ, നീ തന്നെയാണ് ചെന്ന് അണയേണ്ട തീരവും. അതായത് ആഗ്രഹത്തോടെ, ആത്മവിശ്വാസത്തോടെ നമുക്ക്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നുള്ളതല്ല, നമ്മൾ തന്നെ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ നമ്മൾ ചെയ്താൽ നമുക്ക് നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അത് നമ്മളും പാലിക്കുകയാണ്. നമ്മൾ ഒന്നിനും നോ എന്ന് പറയില്ല, ശ്രമിക്കും, ചെയ്ത് നോക്കാമെന്ന് പറയും. അല്ലെങ്കിൽ ഇത്രയും വലിയ സിനിമകൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മളെ വിശ്വസിച്ചിട്ട്, ഇപ്പോൾ ഈ ഇന്ദ്രൻസും ജാഫർ ഇടിക്കുകയും ചെയ്യുന്ന സിനിമ അവരൊരുമിച്ച് 14 ദിവസം അവർക്ക് ആകെ ഒഴിവുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു തുടക്കം പറയട്ടെ. അതായത് ഈ സബ്ജക്റ്റ് പറഞ്ഞു, ഈ ഇന്ദ്രൻസ് കാലനായിട്ടാണ്. ഷിനിഗാമി എന്ന് പറയുമ്പോൾ കാലനാണ്. അത് ഇവിടുത്തെ കാലനല്ല, ജപ്പാനിലെ കാലൻ. നമ്മുടെ നാട്ടിലെ കാലൻ ഇവിടെ ഇല്ല, യുദ്ധത്തിന് പോയിരിക്കുക. ആ നേരത്തെ ജാഫർ ഇടുക്കി എന്ന് പറയുന്ന ആൾ മരിച്ചു. അയാൾ ആത്മാവിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻസ് ഏട്ടൻ വരുന്നത്. കഥ അങ്ങനെയാണ്, അവിടുന്ന് തുടങ്ങുന്നതാണ്. പക്ഷേ പ്രൊഡ്യൂസർ പറഞ്ഞു നല്ല കഥ, കുഴപ്പമില്ല, പക്ഷേ ആരെ അഭിനയിപ്പിക്കുക? ഞാൻ പറയും ഇന്ദ്രൻസ് ഏട്ടൻ കാലനാവണം ആദ്യമായിട്ട്. കാരണം നമ്മൾ നേരെ തിരിച്ച് ഉൾട്ടേക്കാണ്. കാലം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മൈൻഡിലുണ്ട്, മാറ്റുക. ഓക്കെ, ജാഫർ, ഇവർ 2 പേരും ഒരുമിച്ച് കിട്ടുവച്ചു. അങ്ങനെ നെഗറ്റീവ് അടിക്കേണ്ട, ഞാൻ പറഞ്ഞു ശ്രമിച്ചു നോക്കാം. 2 പേരോടും കഥ പറഞ്ഞ് 2 പേരും ഓക്കെ. 2 പേരും ഓക്കെയാണ്, പക്ഷെ ഒരേ സമയത്ത് കിട്ടണ്ടേ. നോക്കിയപ്പോൾ 2 പേർക്ക് ഒരേ സമയത്ത് 14 ദിവസം ലീവുണ്ട്. അതായത് നമ്മൾ ചെന്ന് മുട്ടണം. നമ്മൾ ഈ മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയും. പക്ഷേ അത് മുട്ടുന്നത് വാതിലും വേണമെന്ന് ഉറപ്പിക്കണം. നമ്മൾ അവിടെ ഇവിടെ മുട്ടിയിട്ട് കാര്യമില്ല, ശ്രമിച്ച് നോക്കുക എന്നുള്ളതാണ്. ശ്രമിച്ച് നോക്കിയാൽ 14 ദിവസമുണ്ട്. 17 ദിവസം കൊണ്ട് സിനിമ തീർത്തു ഞാൻ.
14 ദിവസം അല്ല 13 ദിവസം കൊണ്ട് അവരെ തീർക്കുകയും ചെയ്തു, മാറ്റി. കാരണം ഷോർട്ട് ഫിലിം ചെയ്തിട്ട് നമ്മളെ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടി. അപ്പോൾ അതാണ്, നമ്മൾ മാറി നിന്നിട്ട് ആ വഴി അടഞ്ഞു എന്ന് വിചാരിക്കും. പക്ഷേ രണ്ടും കൽപ്പിച്ച് ആ വഴിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാവും അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വഴി കാണുക, ഇവിടുന്ന് കാണില്ല. അത് ചെന്ന് നോക്കുക. അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പലർക്കും, എൻ്റെ മോനൊക്കെ പറയാനുണ്ട്, അതായത് ശ്രമം മെനക്കേടാണ്. ഇതിപ്പോൾ ഈ തീവണ്ടിയിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് പോയാൽ പോരെ, കുട്ടികൾ ചോദിക്കും എന്തിനാണ് ലോക്കലിൽ കയറുന്നത്, കുറച്ച് കൂടുതൽ പൈസ ആണെങ്കിലും ഇരുന്ന് പോയിക്കൂടെ. ഞങ്ങളെന്താ തലമുറ പഠിച്ചെന്നറിയോ, തൃശ്ശൂർ കഴിഞ്ഞാൽ ചാലക്കുടി എത്തുമ്പോഴേക്കും സീറ്റ് കിട്ടും. ചെറിയ ലോക്കൽ ടിക്കറ്റ് എടുത്താലും കുറച്ച് നേരം നിൽക്കേണ്ടി വരില്ല, ആരെങ്കിലും ഒരാൾ മാറിയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ പൈസ ലാഭിക്കാം, ഇത്തിരി ബുദ്ധിമുട്ടണേ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് പുതിയ തലമുറയ്ക്ക് കുറവാണ് എന്ന് തോന്നുന്നു. കാരണം അവർ നമ്മൾ ആവശ്യപ്പെട്ടത് മുഴുവൻ കൊടുത്തിട്ട് നമ്മൾ ഞങ്ങളുടെ തലമുറ ഉണ്ടല്ലോ, അവരിതൊക്കെ അനുഭവിച്ചുകൊണ്ട് ആ ത്രില്ലിൽ നിൽക്കും, പണിയെടുക്കും. ഇതിനെ നമുക്ക് നേരിടാനുള്ളൊരു ശേഷി ഉണ്ട് ചെറുപ്പം മുതലേ. അത് വേണമല്ലോ. അത് യുദ്ധത്തിന് നമ്മളൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് വന്നു തന്നെ യുദ്ധത്തിലൂടെ, അറിയില്ലേ? അതായത് തൻ്റെയും എൻ്റെയൊക്കെ സഹോദരങ്ങൾക്ക് ജീവിക്കാൻ പോലും വഴിയില്ലാതെ നമ്മളാ ജീവിതത്തിലേക്ക് വന്നത്. ഒരു ഓട്ടമായിരുന്നു, ഓർമ്മ ഉണ്ടോ? പണ്ട് ആ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഭ്രൂണാവസ്ഥയിൽ ഒരു ഓട്ടത്തിലൂടെയാണ് നമ്മളെന്ന വ്യക്തി രക്ഷപ്പെട്ടു വന്നത്. ആ ഓട്ടത്തിനേക്കാൾ വലിയ ഓട്ടം ജീവിതത്തിലില്ല. അതിൽ നമ്മുടെ സഹോദരങ്ങൾ മുഴുവൻ അവിടെ എത്താതെ പോയിട്ടുണ്ട്. അവർക്ക് ലക്ഷ്യമറിയാതെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു അനുഗ്രഹം ആവാം. അപ്പോൾ അതിനേക്കാൾ വലിയ, ഞാനൊക്കെ വിചാരിക്കാണ്ട് ഈ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് കുട്ടികൾ ആത്മഹത്യ ചെയ്യാറുണ്ട് പരീക്ഷ കഴിഞ്ഞിട്ട്. പക്ഷെ അതിൽ രക്ഷപ്പെട്ടവൻ കുട്ടികൾ വിചാരിക്കും 10ാം ക്ലാസ് ഒന്നുമല്ല, അതിനേറ്റവും വലുത് അവിടെ കിടക്കുന്നുണ്ട്. 10ാം ക്ലാസ് അവസാന വാക്കാന്ന് കരുതിയിട്ട് മരിക്കുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത്? അപ്പുറത്ത് നോക്കുമ്പോൾ അതിനൊക്കെ വലുത് വരാൻ പോണേ ഉള്ളൂ. അപ്പോൾ ഒന്നും അവസാന വാക്കല്ല, നമ്മൾ അതിലൊന്നും പതറാം ഫേസ് ചെയ്യുക അല്ല, പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ ജീവിതമൊക്കെ നമ്മുടെ കൂടെ അങ്ങ് പോകുന്നു. പഠിത്തമൊക്കെ എത്ര നാൾ വരെയായിരുന്നു? നിങ്ങൾ ഔപചാരികമായ വിദ്യാഭ്യാസമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ വെച്ചുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ തുടക്കം മുതലേ ഞാൻ പറഞ്ഞ 4ാം ക്ലാസ്സിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് തോറ്റ കുട്ടിയാണ്. കാരണം പഠിക്കില്ല. കാരണം ഞാൻ താമസിച്ചിരുന്ന ഏരിയയിലെ കൂട്ടുകാർ പറഞ്ഞിരിക്കുന്നത് ബാക്ക് ബെഞ്ചിലിരിക്കുക, അടിയൊക്കെ കൊള്ളാൻ നമ്മൾ 1-2 അടിയൊക്കെ കൊള്ളാം, ചോദ്യങ്ങൾക്കൊക്കെ ചോദിക്കാൻ കുറേ കുട്ടികളുണ്ട്, അവർ ചോദിച്ചോളും, അല്ല ഉത്തരം അവർ പറഞ്ഞോളും എന്നൊക്കെയുള്ളൊരു മനസ്സ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ സൗഹൃദം കൂട്ടുകെട്ട് അതിനനുസരിച്ച്. അങ്ങനെ 4ാം ക്ലാസ്സിൽ അത്യാവശ്യം തോറ്റു. എൻ്റെ കൂട്ടുകാരൊക്കെ 5ലേക്ക് പോയി എന്ന് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു നാണക്കേട് തോന്നി. അങ്ങനെ ഞാൻ സാറില്ല എന്ന് വെച്ചിട്ട് കൂട്ടുകാരൊക്കെ പറഞ്ഞു, സാറില്ലടാ നീ അടുത്ത കൊല്ലം ഞങ്ങളുടെ ഒപ്പം വരില്ലേ എന്നൊക്കെ ചോദിച്ചു. ഈ സെലിനേച്ചർ ഉപ്മാവ് ഒരു കൊല്ലം കൂടി തിന്നാലോ എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. അത്രയും നല്ല ടേസ്റ്റിനായിരുന്നൊരു ഉപ്മാവായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ അമ്മായിയുടെ തറവാട് വീടുണ്ട്, അവിടേക്ക് ഒരു ദിവസം വിരുന്നിന് പോയിട്ട് അവിടുത്തെ താഴെ വീട്ടിലൊരു ചേച്ചിയുടെ കുട്ടികളോടൊപ്പം കളിക്കാൻ പോയപ്പോൾ ആ ചേച്ചി വളരെ പരസ്യമായിട്ട് അവരോട് മക്കളോട് പറഞ്ഞു, ആ കോളനിയിലത്തെ കച്ചറച്ചക്കൻ്റെ കൂടെ കളിച്ചിട്ട് ചീത്ത സ്വഭാവമൊന്നും പഠിക്കണ്ട, ഇങ്ങോട്ട് പോരേന്നും പറഞ്ഞിട്ട് അവരുടെ മക്കളെ വിളിച്ചു കൊണ്ടുപോയപ്പോൾ ഈ കോളനിയിലെ കുട്ടി 4ാം ക്ലാസ്സുകാരൻ്റെ മനസ്സിൽ ആദ്യമായിട്ടൊരു ഭയങ്കര ഫീല് തോന്നി. മക്കളുടെ പ്രായമല്ലേ, ഇപ്പം തോന്നി ഞാൻ മഹാലമ്പാണ്, കച്ചറയാണ്, ചീത്ത സ്വഭാവം പകർന്നു കൊടുക്കണ ആളാന്നൊക്കെ എനിക്ക് എന്നെക്കുറിച്ചൊരു ബോധം വന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിട്ടിരിക്കുമ്പോഴാണ് കരീം എന്ന് പറയുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി ഉണ്ടായിരുന്ന എൻ്റെ വകയിലുള്ള ഒരു അച്ഛൻ്റെ അനുജൻ, നേരിട്ടുള്ള അനുജനല്ല, അദ്ദേഹം എന്നോട് എന്താ റഷീദ് എങ്ങനെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നല്ല കുട്ടിയാവാൻ എന്താ വഴി ചോദിച്ചു. എന്തേ ചോദിച്ചു. എനിക്ക് നല്ല കുട്ടിയാവണം, ഞാൻ നല്ല കുട്ടിയല്ലാന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പോയി. പിന്നീട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും റെയിൽ ക്രോസ് ചെയ്തിട്ട് ഒരു വീരാൻകുട്ടിക്കട ചായക്കട എന്നിട്ട് ചായക്കട ഉണ്ട്, അത് കടന്നിട്ട് വേണം എനിക്ക് സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ ആ നാട്ടിലുള്ള കത്തുകൾ മുഴുവൻ ഈ റെയിലുള്ളത് കൊണ്ട് ഈ വശത്തേക്കുള്ള കത്തുകളൊക്കെ ഈ ചായക്കടയിലാണ് പോസ്റ്റ്മാൻ കൊടുക്കുക. ഞാൻ പോകുമ്പോൾ ചായക്കടയിൽ നിന്ന് ഒരു വീരാൻകുട്ടിക്ക, റഷീദ് പാറക്കൽ എന്നാണോ നിൻ്റെ പേര് ചോദിച്ചു. അപ്പോൾ എൻ്റെ പേര് അബ്ദുൾ റഷീദ് എന്നാണ്, പാറക്കൽ നിന്ന് വീട്ടുപേരാണ്. അപ്പോൾ റഷീദ് ആദ്യം നിനക്കൊരു പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ പൂമ്പാറ്റ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എൻ്റെ അഡ്രസ്സ് എഴുതിയിട്ട് വന്നിരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ആരയച്ചെന്നറിയില്ല. അതിൽ വാല് നീട്ടണ കബീഷൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, അന്നത്തെ കഥയിലാണ് ബാലരമ പൂമ്പാറ്റ എന്നൊക്കെ പറഞ്ഞു.
പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിരാമുട്ടിക്ക റഷീദ് പാറയ്ക്കൽ കത്ത് പുസ്തകമുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ പുസ്തകം വായന തുടങ്ങി. ഇതാരെ അയച്ചു തരുന്നു എന്നൊന്നും അറിയില്ല. അങ്ങനെ ഈ പൂമ്പാറ്റ എപ്പോഴാണ് വരിക എന്ന് പോലും അറിയാത്ത പ്രായത്തിൽ പൂമ്പാറ്റ ഉണ്ടോ എന്ന് വീരാൻകുട്ടിക്കാട് ചോദിക്കുമ്പോൾ വീരാൻകുട്ടിക്ക് പഴംപൊരിയും പരിപ്പ് വടയുണ്ടെന്ന് പറഞ്ഞിട്ട് കളിയാക്കും. കാരണം എപ്പോഴും വരില്ലല്ലോ. പറഞ്ഞു വരുന്നത് 1 വർഷത്തോളം ഈ പുസ്തകം വന്നു. ആ വന്നോടെ കൂടി പിന്നെ കരിയും അയച്ചു തന്നാണ് അദ്ദേഹം. അപ്പോൾ വായന തുടങ്ങി. അങ്ങനെ ഞാൻ വലിയ വായനക്കാരനല്ല, പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ വായനശാലയിലത്തെ പുസ്തകം എനിക്ക് കിട്ടാവുന്നിടത്തോളം ഞാൻ വായിച്ചു തീർത്തു. അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടായി. ആത്മവിശ്വാസം ഉണ്ടായിട്ട് ഞാനിങ്ങനെ ഇനി എന്ത് ചോദ്യം ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും എന്നുള്ള സന്തോഷത്തിൽ ഭയങ്കര ഹാപ്പിയിൽ ഞാനിങ്ങനെ തയ്യാറായിട്ടിരിക്കുക. പക്ഷേ ടീച്ചർമാരൊന്നും എനിക്ക് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ ആയിട്ട് വന്നില്ല. അങ്ങനെ 10ാം ക്ലാസ് എത്തി. ഇനിയെങ്കിലും ഞാൻ ഷൈൻ ചെയ്യണ ഒരു ദിവസം എനിക്ക് വായോ, ഞാൻ ഇത്രയും വായിച്ച് തീർത്തല്ലേ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ജിജി എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്. അവനാണ് എന്തിനും ഉത്തരം പറയുക. അവന് നല്ല വട്ട കണ്ണടയൊക്കെ വെച്ചിട്ട്. പക്ഷേ അവനൊരു പ്രശ്നമുള്ളത്, അവന് കണ്ണിന് ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് വലിയ അക്ഷരത്തിലാണ് എഴുതുക. അപ്പോൾ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ സുഖമാണ്. അവൻ ഇങ്ങനെ എത്തിച്ചു നോക്കിയാൽ പോലും നമുക്ക് വായിക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് അവനോട് ദേഷ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദ്യം എന്ത് ടീച്ചർ ചോദിച്ചാലും ഞങ്ങളൊക്കെ ജിജിനെ നോക്കും. അങ്ങനെയാണല്ലോ. അപ്പോൾ ജിജിയാണ് ഉത്തരം പറയാം. പക്ഷേ എൻ്റെ ഉള്ളിൽ കുശുമ്പ്. ഒരു ദിവസം ഒരു ഉത്തരം പറയാനുള്ള ഒരു അവസരം ദൈവമേ എനിക്ക് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ അബ്ദുൽ ഹക്ക് എന്ന പേരിലൊരു കുട്ടിയുണ്ട്. അങ്ങനെ ഒരു പേരെന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ ഒരാഴ്ചയായിട്ട് ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല. ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. അപ്പോൾ ലൈല ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ വന്നിട്ട് ചോദിച്ചു, നമ്മുടെ ഹക്ക് എവിടെയെന്ന് ചോദിച്ചു. കാരണം ഹക്ക് ഇരിക്കുന്ന സ്ഥലം കാലിയാണ്, കുറച്ച് ദിവസമായി കാണാത്ത. ഈ ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ ഉപബോധ മനസ്സിലൊരു ചിന്ത. ഞാൻ ഈ അറബിയൊക്കെ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ചങ്കിന് ഹൽക്ക് എന്നാണ് പറയുക. ടീച്ചർ ചോദിച്ചിരിക്കുന്നത് ഹൽക്ക് എവിടെയെന്നാണ്. ഇതിന് ഉത്തരം പറയാൻ ജിജിക്കോ സേവിയറിനോ ബഷീറിനോ ആർക്കും അറിയില്ല. ഇത് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ചോദ്യമാണ്. ഇത് ഷൈൻ ചെയ്യാനുള്ള അവസരമാണ്. റഷീദ് എഴുന്നേറ്റ് പറയടാന്നുള്ള എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞത് ഇവിടെയാണ് ടീച്ചർ. ടീച്ചർ ശരിക്കും എന്ത് വേണം, വെരി ഗുഡ് റഷീദ് ആദ്യമായി ഒരു ഉത്തരം പറഞ്ഞു എന്നല്ലേ പറയേണ്ടത്. അതിന് പകരം ടീച്ചർ ചോദിക്കുക എവിടെയാണ്. അപ്പോൾ എനിക്ക് സംശയമായി ഇവിടെ അല്ലേരിക്കുമോ. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ ആയിട്ട് വരും എന്നുകൊണ്ട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ കുട്ടികൾ മുഴുവൻ അങ്ങനെ നോക്കുക, ഇതെന്താ ഇപ്പം ഇവന് പറ്റി. ടീച്ചർ വടി എടുത്തിട്ട് വന്നിട്ട് ചോദിച്ചു എവിടാ ഹക്ക് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പായി ഇവിടെ അല്ല. ഞാൻ പറഞ്ഞു ഇവിടുന്ന് തൊട്ട് ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവുന്നു. അങ്ങനെ അടിച്ചിട്ടേ ഒരു 10-16 അടിയൊക്കെ എണ്ണി. പിന്നെ എത്ര വെച്ചിട്ട് എണ്ണ ബോറടിച്ചു. അപ്പം ഞാൻ അപ്പോഴും വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഹക്ക് കാലുമയാണെങ്കിൽ കാലുമയെന്ന് പറഞ്ഞ പോലെ തല്ലണോ. ടീച്ചർ അങ്ങനെ പ്രഷർ കൂടിയിട്ട് ഇറങ്ങിപ്പോയി കരഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ ഇരുന്നു. അപ്പം ജിജിനോട് ചോദിക്കുക നീ എപ്പോഴാണ് ഹക്കിനെ വിഴുങ്ങിയെന്ന്. ഹക്കിനെ വിഴുങ്ങുക എനിക്ക് മനസ്സിലായില്ലേ, ഞാൻ ഒരു പാവം കുട്ടിയല്ലേ. കുറേ നാളുകൾക്ക് ശേഷം 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 1 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം ശ്രീബുദ്ധനൊക്കെ ബോധോദയം ഉണ്ടായത് അറിയില്ലേ. അത്ര ഒന്നും ഇല്ലെങ്കിലും ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ എനിക്കുണ്ടായി ബോധോദയം. ഹക്കും ഹൽക്കും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് അപ്പോഴാണ് വന്നത്. ഞാൻ ആകെ അന്താളിച്ച് ഞാൻ എന്ത് ചെയ്തു, വേഗം ഒരു വൈറ്റ് പേപ്പറിൽ A4 ഷീറ്റിൽ ഹക്ക് എന്ന് എഴുതിയിട്ട് ഈ സംഭവിച്ചത് മുഴുവൻ എഴുതിയിട്ട് നേരെ മാതൃഭൂമി വാരികയ്ക്ക് അയച്ചു കൊടുത്തു. വെറുതെ അയച്ചു കൊടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ നാഗൂർ ഹോട്ടലിൽ വീരാനിക്ക റഷീദ് പറയില്ലേ നിനക്കൊരു പുസ്തകമുണ്ട്. ഇത്രയും വലുതായിട്ട് പൂമ്പാറ്റയെന്ന് വിചാരിച്ച് ചെന്ന് നോക്കുമ്പോണ്ട് മാതൃഭൂമി വാരികയിൽ എൻ്റെ ആദ്യത്തെ കഥ അച്ചടിച്ച് വന്നിരിക്കുന്നു ഹക്ക് എന്ന് പറഞ്ഞിട്ട്. ഞാനങ്ങനെ അങ്ങോട്ട് ഓടി. ആ ഓടുമ്പോൾ ആ റെയിലുമ്മ ക്രോസ് ചെയ്യും. വല്ല ട്രെയിനൊക്കെ വരുന്നുണ്ടെങ്കിൽ ട്രെയിനൊക്കെ പപ്പട പരിവായിട്ടുണ്ടാവും. കാരണം അത്ര ഇൻട്രസ്റ്റിലാണ്. ഓടി ഈ ടീച്ചറെ കാണാൻ പോയി. ടീച്ചറാണെങ്കിൽ പെൻഷൻ പറ്റിയിരിക്കുക. ടീച്ചർ പറഞ്ഞു ഓർമ്മയുണ്ടോ. അപ്പോൾ ടീച്ചർ എന്നോട് മറക്കുക ഇല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ ഇതൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോൾ അതിലും ഹക്ക് എന്നാണ് ടൈറ്റിൽ. ടീച്ചർ ചോദിച്ചു എന്താ എൻ്റെ ഉദ്ദേശം ചോദിച്ചു. അല്ല ഇതൊന്ന് വായിച്ചു നോക്കാം. ടീച്ചർ വായിച്ചു നോക്കിയിട്ട് എന്നെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു മോനെ ഞാൻ അറിഞ്ഞില്ലടാ, ഇതാണല്ലേ നിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. സാറില്ല ടീച്ചറുടെ കുട്ടി നല്ല എഴുത്തുകാരനായിട്ട് വരൂട്ടാന്നൊക്കെ പറഞ്ഞ് ഞാൻ ചേർത്ത് പിടിച്ചു. ഞാൻ പറഞ്ഞു വരുന്ന ഒരു പക്ഷേ ഇവിടെ ഇരിക്കാൻ അതിൻ്റെ പ്രാർത്ഥന കൂടി ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ നല്ല മാർക്കിൽ 10ാം ക്ലാസ് പാസ്സായി. പിന്നെ പ്രീ ഡിഗ്രിക്ക് അന്ന് പ്രീ ഡിഗ്രി കോളേജിൽ വാപ്പ സമ്മതിച്ചില്ല. കാരണം മറ്റ് മക്കൾക്ക് പഠിക്കണം. അപ്പോൾ പാറ മുറിക്കണ കല്ല് പൊടിക്കുന്ന ആളാണ്. അപ്പോൾ 1 വർഷം എന്ത് ചെയ്തു, വെറുതെ കൂലിപ്പണിക്കൊക്കെ പോയി, പല പണിയും ചെയ്തു. വർക്ക്ഷോപ്പിൽ പോയി, അവിടെ പോയി. എന്നിട്ട് എൻ്റെ മനസ്സ് മുഴുവൻ കോളേജാണ്. അങ്ങനെ വാപ്പ അറിയാതെ വാപ്പയുടെ കള്ളൊപ്പിട്ടിട്ട് ഞാൻ വീണ്ടും
കോളേജിൽ പഠിക്കാൻ പോയി 2 വർഷം. പക്ഷേ എനിക്കറിയാം ഞാൻ നന്നായി പഠിക്കാൻ തുടങ്ങിയാൽ ഈ തുടർന്ന് പഠിക്കാനുള്ള അവസ്ഥ ഇല്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നല്ല കുഴപ്പമായി 2 വർഷം പഠിച്ച് അവസാനിപ്പിച്ചു. അതൊക്കെ മുറ്റത്തെ മൂവാണ്ടൻ എന്നുള്ള പേരിലൊരു നോവലുണ്ട്. അതിൽ ഡീറ്റെയിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് വിദ്യാഭ്യാസമുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഇപ്പോഴും വായനയിലൂടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി അറിവുള്ളൊരു വ്യക്തിയാണ്. കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും ഒത്തിരി കാര്യങ്ങൾ അറിയാം. ഇത് നടന്ന ജീവിതത്തിൽ ജനിച്ചപ്പോൾ മുതൽ ഇപ്പം ഇരിക്കുന്നിടത്തോളം വരെ നോവൽ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എല്ലാ കഥയും നോവലാക്കിയിട്ടുണ്ട്. നമ്മൾ യാത്രകളൊക്കെ, ഞാൻ കുടജാദ്രിയിലെ നിലാവ് എന്ന് പറഞ്ഞിട്ട് അങ്കണം അവാർഡ് കിട്ടിയൊരു നോവലുണ്ട്. മൂകാംബിക പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. മൂകാംബിക അമ്പലത്തിൽ നിന്ന് കുടജാദ്രി എന്ന് പറയുന്ന കാട്ടുപാതയിലൂടെ നടന്ന് ഞാൻ 5 തവണ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു യാത്ര പോലും നമുക്കൊരു കഥയാണ്, അനുഭവങ്ങളാണ്. അപ്പോൾ അതൊരു നോവൽ രൂപത്തിലാക്കി നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. പറ്റിയാൽ നമ്മൾ അതൊക്കെ ഓരോ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കയറും. എൻ്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് നമ്മളൊരു ഇൻസിഡൻറ്റ് കാണുന്നു, അല്ലെങ്കിൽ ഒരു വിഷയം കാണുന്ന അത് ഏതെങ്കിലും രൂപമാറ്റത്തിലൂടെ അതൊരു സബ്ജക്റ്റായിട്ട് മാറും. അത് അങ്ങനെയാണ് ഞാൻ കാഴ്ചയും കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമ്മൾ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ പാറ പൊട്ടിക്കുകയാണ് റോഡിന് വേണ്ടിയിട്ട്. അപ്പോൾ പാറ പൊട്ടിച്ചു, മണ്ണ് മാന്തുന്നു. നിങ്ങളൊക്കെ എന്താ വിചാരിക്കുക കാണുമ്പോൾ? പാറ പൊട്ടിക്കുന്നു, മണ്ണ് കൊണ്ടു. പക്ഷേ എനിക്ക് തോന്നിയത് ആ പാറ എന്ന് പറയുന്ന ഒരു ചെറുക്കനും ആ മണ്ണ് എന്ന് പറയുന്ന ഒരു പെണ്ണുമായിരുന്നെങ്കിൽ, അവരൊരുപാട് കാലമായി പ്രണയിച്ച് ജീവിക്കുകയായിരുന്നെങ്കിൽ എന്ന് തോന്നിയപ്പോൾ ഞാൻ മണ്ണെന്ന പെണ്ണിനും പാറയാം ചെക്കനും ഉള്ളിൽ പ്രണയത്തിൻ പൂവിരിഞ്ഞു, വിണ്ണിനും സൂര്യനും കുഞ്ഞിളം കാറ്റിനും എപ്പോഴോ സംശയം വന്നിരുന്നു, വിട്ടു പിരിയുവാനാവാത്ത രീതിയിൽ കെട്ടിപ്പിടിച്ചവർ ചേർന്നിരുന്നു, മണ്ണിൻ്റെ മാറിലെ ചൂട് നുകർന്നിട്ട് പാറച്ചെറുക്കൻ കുളിരണിഞ്ഞു. വരി കാലങ്ങളേറെ കഴിഞ്ഞില്ല, കടലിന് കൈവരി കെട്ടുവാനാജ്ഞ വന്നു, പാറച്ചെറുക്കൻ്റെ നെഞ്ചിലം നാഴത്തിൽ കാരിരുമ്പിൻ്റെ നഖം അമർന്നു, ഞെട്ടിത്തെറിച്ചു പോയി മണ്ണെന്ന പെണ്ണിൻ്റെ ചങ്കിലക്കാളലിൽ ലോകമാകെ, തട്ടിപ്പൊളിച്ചും ഉളികൊണ്ട് കുത്തിയും പൊട്ടിച്ചുമാനവർ കാമുകനെ. പാറച്ചെറുക്കൻ കടലിൻ്റെ തീരത്ത് വൻമതിലായി കുഴഞ്ഞു വീണു. മണ്ണ് പെണ്ണ് കരച്ചിൽ തുടങ്ങി. മണ്ണ് പെണ്ണിൻ്റെ വേദന കണ്ടിട്ട് മഴ പറഞ്ഞു, നീ കരയണ്ട, നീ കാമുകൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകാന്ന്. മണ്ണ് പുറപ്പെട്ടു തോടും പുഴയിലും തട്ടിമറിഞ്ഞും ഉരുണ്ടു വീണും, സാഗര തീരത്തെ കായൽ പരപ്പിൽ കാമുകനൊത്തവൾ സംഗമിച്ചു, പാറയും മണ്ണും ഒഴിഞ്ഞ സ്ഥലം പിന്നെ പാതാളമായി പ്രളയമായി എന്ന് പറഞ്ഞൊരു കവിത എഴുതി. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? അപ്പോൾ നമ്മൾ കാഴ്ചകൾ ഉണ്ടാവുക. സാധാരണ കാണുന്നവർക്ക് വെറും മണ്ണ് മാന്തുന്നു, അല്ലാത്തവർക്കോ അത് എന്തെങ്കിലും തരത്തിലൊരു സൃഷ്ടിയായിട്ട് മാറും. അടിപൊളി. നാളെ എന്നെ പറ്റിയൊരു കവിത എഴുതുമോ? എല്ലാ കവിതയാക്കിയില്ലേ, എന്നെ ഒരു കവിതയാക്കുക. നിമിഷ കവിയാണോ? അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞാൽ അപ്പം ചെയ്യാറുണ്ട്. നമ്മുടെ ഈ ഒരു പരിപാടി അല്ല, അത് പരീക്ഷിക്കാനൊന്നും വയ്യ. ചിലപ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങനെയല്ല. ഇപ്പം ഞാൻ ഈ അടുത്ത് അങ്ങനെ സ്കൂട്ടറിൽ പോകുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, പ്രണയമേഘങ്ങൾ ഇണ പിരിയുമ്പോൾ തൂകുന്ന കണ്ണീരല്ലേ മഴ. അതായത് പ്രേമിക്കുന്ന 2 മേഘങ്ങൾ പിരിയുമ്പോൾ അവർ അപ്പം തന്നെ വണ്ടി നിർത്തി നമ്മൾ അത് പെട്ടെന്ന് സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ശിവരാമൻ നാഗലശ്ശേരി എന്ന് പറഞ്ഞ ആൾക്ക് വിളിച്ചു പറഞ്ഞു, ശിവരാമേട്ടാ ഇങ്ങനെ ഒരു വരി വന്നിട്ടുണ്ട്, എന്നാൽ ബാക്കി ചീറാന്ന്. അപ്പോൾ പിന്നെ നമ്മൾ ആ യാത്രയിൽ ആ വരികൾ ബാക്കി ഉണ്ടാക്കും. അങ്ങനെ നല്ലൊരു പാട്ടായി. അതുപോലെ കോവിഡ് കാലത്താണ് മിഴി കൊണ്ട് മാത്രം പ്രണയം പറഞ്ഞാൽ അറിയാതെ നമ്മൾ അകന്നെങ്കിലോ എന്നൊരു വരി വന്നത്. അതാണ് റാസാബീഗം പാടിയിട്ട് മിഴി കൊണ്ട് മാത്രം. ഓർമ്മ ഉണ്ടാക്കും, കേട്ടിട്ടുണ്ടാവും. ഇനി കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. അതെനിക്ക് പ്രിയപ്പെട്ടൊരു പാട്ടാണ്. ഒരു അത്യാവശ്യം വൈറലായിട്ടൊരു പാട്ടുണ്ടായത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തോന്നുന്ന ചില സ്പാർക്കുകൾ, ചില വേദനകൾ, അതൊക്കെ നമുക്ക് വരിയാകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ അതിനൊരു ആഴം ആത്മവിശ്വാസം, ആത്മാർത്ഥത ഉണ്ടാവും. വെറും ഒരു വരിയായിട്ടല്ല ഒരു സാധനം വരിക. ഇപ്പോൾ കാത്തിരുന്ന് കുഴഞ്ഞു പോയത് നീ അറിഞ്ഞില്ലേ, മഴചാറിയുടെ വഴിയിൽ. അതിൽ ഞാൻ നിനക്ക് താജ് തോൽക്കണ കൂട് വച്ചോളാം,
എൻ്റെ റൂഹും നിൻ്റെ ചാരേ ഞാൻ അയച്ചോളാം എന്നും അത് അന്ന് എഴുതുമ്പോൾ അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷേ ചില ആൾക്കാർ ചോദിക്കുക താജ് തോൽക്കണ കൂട് വെച്ചോളാം എന്നാണ് പറയുന്നത്. താജ്മഹൽ തോൽക്കുന്ന കൂട്, അതൊരു കവിയുടെ ഒരു ഭാവന. അപ്പം നമ്മളപ്പോഴാണ് ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടോ, അല്ലെ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ട് ആവണമെന്നില്ല. അപ്പോൾ അതങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ അതിനൊക്കെ പ്രതി ഇങ്ങനെ പറയും നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം സ്വയം എഴുന്നേറ്റുന്ന സ്വന്തം 5 മിനിറ്റ് ബഹുമാനിക്കും. ഓക്കെ, അവാർഡ്സ് ഒത്തിരി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവാർഡ്സിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ ഇഷ്ടപ്പെട്ടവർ നമ്മളെ അഭിനന്ദിക്കുമ്പം, അല്ലെങ്കിൽ നമ്മൾ ഇയാൾ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള ഒരു ചിലപ്പോൾ ചില ആൾക്കാരുടെ വാക്കുകളായിരിക്കും നമുക്ക് അവാർഡ്സിനേക്കാളും വലുത്. അങ്ങനെ തോന്നിയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ്? അങ്ങനെ തോന്നിയ ഏറ്റവും രസമുള്ള പരിപാടി ഇപ്പം ഉണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു 9:30 ആകുമ്പോഴേക്കും കിടന്നുറങ്ങുന്ന ആളാണ്. കാരണം വീട്ടിൽ വൈദ്യുതി ഇല്ല, മണ്ണെണ്ണ വിളക്കാം. അപ്പോൾ വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് TV ഒന്നും ഉണ്ടാവില്ല, അയൽവാസികളും ഇല്ല. അപ്പോൾ വാപ്പയൊക്കെ 9 മണിയാകുമ്പോഴേക്കും ഉറങ്ങും. അപ്പം ഞാൻ 10ാം ക്ലാസ് പരീക്ഷയിൽ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിൽ കാല് വെച്ചിട്ട് ഉറങ്ങാതെ പഠിച്ചത് 9:45 10 മണി വരെയാണ്. കാരണം അതൊക്കെ മനസ്സിലായോ? ആ രീതിയിൽ ഉണ്ടായിരുന്ന ഒരാളെ ഇപ്പം എന്താ സംഭവിച്ചാൽ 12 മണിക്കൊക്കെ അങ്ങോട്ട് വിളിക്കും. ആര്? അത്യാവശ്യം കള്ളു കുടിച്ചിട്ട് ചില ആൾക്കാർ പാർക്കലല്ലേ, ഞങ്ങളിവിടെ ഇങ്ങനെ അത്യാവശ്യം മിനിങ്ങിയിരിക്കടാ, ആ നേരത്തെ അങ്ങടെ മഴചാറിയുടെ വഴിയിൽ ഒരുത്തം പാടുന്നേ, അപ്പം എനിക്കിപ്പോൾ നിന്നെ പരിചയപ്പെടുത്തണം എന്ന് വിചാരിച്ചു, എൻ്റെ കൂട്ടുകാരനല്ലേ, ഇതൊന്ന് കേൾക്കട്ടാ എന്നും പറഞ്ഞിട്ട് അവൻ്റെ വക പാട്ട് മുഴുവൻ എന്ത് ചെയ്യാൻ പറ്റും? സുഹൃത്തുക്കളല്ലേ. മാത്രമല്ല അതൊരു അവാർഡാണ്. ഞാനൊക്കെ കേൾക്കും, നന്നായിട്ടാ, എങ്ങനെയുണ്ട് എൻ്റെ കൂട്ടുകാരനാ, ചെറിയൊരു കാര്യത്തിന്. അപ്പോൾ ഈ വലിയ കലാകാരന്മാരെ എന്തോരം സഹിക്കുന്നുണ്ടാവും. അപ്പോൾ അതിപ്പോൾ നിരന്തരമുണ്ട്. എവിടെയെങ്കിലും ആരെങ്കിലും ഇങ്ങനെ കള്ളുപിടിക്കുമ്പോൾ ഇത്തിരി പാട്ടുപാടി അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഉടനെ ആരെങ്കിലും അറിഞ്ഞിട്ട് നിൻ്റെ സുഹൃത്ത് എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് കാണിക്കാൻ വേണ്ടി എന്നെ വിളിക്കും. അങ്ങനെ ഒരു അവാർഡുണ്ട്. മറ്റതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ സ്ഥിരം ഇടയ്ക്ക് ഇങ്ങനെ ഇതായിട്ട് പറയില്ല, എൻ്റെ വൈഫ് പറയുന്നത് അവാർഡ് ശില്പമായിട്ട് വരരുത്, പൊന്നാട കളറുള്ളത് കൊണ്ടുവന്നാൽ മതി, വെള്ള വേണ്ട, പിന്നെ പൈസ കിട്ടണമെങ്കിൽ കൊടുന്നു, മറ്റത് വേണമെന്നില്ല എന്നുള്ളൊരു കണ്ടീഷനാണ് അവൾക്ക്. അപ്പോൾ എനിക്ക് വരുമ്പോൾ മടിയാ, ഇന്ന് കയ്യിലെന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തായാലും ഒരു അനുഗ്രഹമുണ്ട്, ചെയ്തതിനൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ത്രെഡുകളാണ്, ചെറിയതാണെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വർക്കുണ്ട്, കുറേ മുമ്പ് എടുത്താൽ. അതെന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ തൂങ്ങിച്ചാവാൻ വേണ്ടി പോകുന്ന അയാൾ തൂങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്, അയാൾ വേറെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം നേരെ മുന്നിൽ ഒരു ചെറിയൊരു റോഡുണ്ട്, ഇടയ്ക്കൊരു വാഹനം പോകുന്നു, അതിൻ്റെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഒരു പയ്യൻ മൊബൈലിൽ അത് ഷൂട്ട് ചെയ്യുക. അവനത് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി, ഇയാൾ തൂങ്ങുന്നത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അയാളാണെങ്കിൽ തൂങ്ങുന്നത് ഈ ഇലകളുടെ മറവ് കാരണം കറക്റ്റ് കിട്ടാതെ അവൻ പെട്ടെന്ന് അങ്ങ് ഈ റോട്ടിലേക്ക് മാറിയോടുകൂടി പെട്ടെന്നൊരു കാറ് വന്ന് ഇവനങ്ങ് ഇടിച്ചു തെറിപ്പിച്ചു. ഇയാൾ ഈ തൂങ്ങാനിട്ട കയറ് ഊരിയിട്ട് ഓടി ഇറങ്ങിയിട്ട് ഇവനെ വാരി എടുക്കുന്നതാണ് കഥ. ജനറേഷൻ ഗ്യാപ്പ് അത് യൂട്യൂബിലുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ അതിലൊന്നും സബ്ജക്റ്റ് ഇല്ല. അതിൽ ആ ഷോക്കിങ്ങും യഥാർത്ഥത്തിൽ ക്യാമറ ദൈവം തിരിച്ചു വെച്ചത് അങ്ങോട്ടാണ്, മനസ്സിലായത്. അപ്പോൾ അങ്ങനെയുള്ള ചില ത്രെഡുകൾ, അങ്ങനെ ചില സ്പാർക്കുകളാണ് നമ്മുടെ ഷോർട്ട് ഫിലിമുകൾ മുഴുവൻ. അപ്പോൾ അതിനൊക്കെ കുറേ സമ്മാനങ്ങൾ പല സ്ഥലത്തും കിട്ടും. കാരണം ഒരുപാട് ഡയലോഗുകളോ ഒരുപാട് അതിനേക്കാൾ ഉപരി ചെറിയ സമയം കൊണ്ട് ഏറ്റവും വൃത്തിയായിട്ട് ഷോക്കിംഗ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തയാണ് ഉണ്ടാവാറ്. ഇനി അപ്കമിങ് വർക്ക്സിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ ഒരു 10ഓളം സിനിമയ്ക്കുള്ള തിരക്കഥകൾ തയ്യാറാണ്. അതിനെ സ്ക്രിപ്റ്റ് സെറ്റാക്കി താലോലിച്ച് ക്ലിയറാക്കി ഇരിക്കുന്നുണ്ട്. ആത്മവിശ്വാസമുണ്ട്. പല വർക്കുകളും നമ്മൾ സിനിമ പ്രേക്ഷകനായിട്ടാണ് കാണുന്നത്, അല്ലാണ്ട് എൻ്റെ വർക്കുകൾ മുഴുവൻ നല്ലതെന്നുള്ള അർത്ഥത്തിലല്ല. പ്രേക്ഷകൻ്റെ ഒരു വ്യൂ പോയിൻറ്റിൽ സ്ക്രിപ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ജെന്യൂനായിട്ടുള്ള ആൾക്കാരോട് പറയുന്നുണ്ട്. ചില ആൾക്കാർ നോക്കട്ടെ, പല ഘട്ടങ്ങളിലായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പോലീസിനെ ബേസ് ചെയ്തിട്ട് ഒരു അബ്ദുൽ കലാമിൻ്റെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടൊരു സംഭവത്തിൻ്റെ പണിപ്പുരയിലാണ്. പിന്നെ സിനിമയാണ്, നമുക്ക് മുമ്പ് കൂട്ടി പറയാൻ പറ്റില്ല, സംഭവിച്ചാലേ സംഭവിക്കുന്നതാണ്. എന്തായാലും അണിയറയിൽ ആത്മാർത്ഥമായിട്ട് ശ്രമം നടക്കുന്നുണ്ട്. അത് മാക്സിമം നമ്മൾ ശ്രമിക്കും. നമ്മുടെ വീട്ടിലേക്ക് വരില്ല അന്വേഷിച്ചിട്ട്, നമ്മൾ മുട്ടുകയാണ്, അത് നടക്കുന്നുണ്ട്. പാട്ടുകൾ ഇപ്പോൾ ഒരു ചേലക്കര എന്ന് പറയുന്ന നാട്ടിൽ അന്തിമഹാകാളൻ എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട് ശിവൻ്റെ. അതിന് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നല്ലൊരു പാട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പാട്ടായതുകൊണ്ടാണ്.
അത് ഇപ്പോൾ വിഷ്വലി ചെയ്യാൻ പോകുന്നു. അതുപോലെ സിനിമകൾക്കും അധികം സിനിമകൾക്കൊന്നും എന്നെ കൊണ്ട് ആരും എഴുതിച്ചിട്ടില്ല. എൻ്റെ സിനിമകൾക്കാണ് ഞാൻ പ്രധാനമായിട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ ആരോടും ചോദിക്കണ്ടല്ലോ. ആരെങ്കിലുമൊക്കെ ഞാൻ ഇതിൻ്റെയൊക്കെ അംഗങ്ങളൊക്കെയാണ് അന്വേഷിച്ച് വന്നാലും ഞാൻ എഴുതി കൊടുക്കാന്നുള്ള ആത്മവിശ്വാസമുണ്ട്. വളരെ കുറച്ചേ എഴുതിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെ പോകണം. ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള പാട്ട് ഞങ്ങൾക്ക് വേണ്ടി അവസാനമായിട്ട് പാടാൻ? ഞാൻ പാട്ടുകാരനെ അല്ല, മനസ്സിലായി. എന്നാലും നമ്മൾ എഴുതുന്ന പാട്ട് നമ്മൾ എഴുതുന്നതിൽ ഇപ്പോൾ കുട്ടൻ്റെ ശിനിഗാമി എന്നുള്ള സിനിമയിൽ ജാഫർ ഇടുക്കി പാടിയൊരു പാട്ടുണ്ട്. അതെനിക്ക് 4 വരി മൂളിത്തരാം. ഒരു സാധാ നാടൻ പാട്ടാണ്. കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കൂട്ടുകാരല്ലേ, കൂട്ടുകൂടി പാട്ടും പാടി നടന്നോരല്ലേ, നാട്ടുമാവിൻ കൊമ്പിൽ തൂങ്ങി മറിഞ്ഞോരല്ലേ, കാട്ടുനെല്ലി തിന്നിട്ട് വെള്ളം കുടിച്ചോരല്ലേ, എന്തോരം തെറ്റിപ്പിരിഞ്ഞാലും കൂട്ടുകൂടില്ലെന്ന് വാശി പിടിച്ചാലും പിറ്റേന്നു നേരം വെളുക്കുമ്പോൾ കാണാതിരിക്കാൻ പറ്റാത്തോരല്ലേ, നമ്മൾ ഒറ്റ മനസ്സുള്ളോരല്ലേ, പിരിയാത്ത ചങ്ങാതിക്കൂട്ടമല്ലേ. ഇങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ട് അദ്ദേഹം നന്നായി പാടി. അത് യൂട്യൂബിലൊക്കെ ഉണ്ട്, കേട്ടു നോക്കൂ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടാവട്ടെ, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, നല്ല നല്ല കഥകൾ ഉണ്ടാക്കാൻ പറ്റട്ടെ. എല്ലാം എന്ത് പ്രതിസന്ധിയാണെങ്കിലും ഒരു ചെറു പുഞ്ചിരി എപ്പോഴും ഈ മുഖത്തുണ്ടാവട്ടെ, മനസ്സിലത് തെളിയട്ടെ. ഇനി ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് us. താങ്ക് യു സർ. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു പ്രോഗ്രാമിന് എന്നെ ഉൾപ്പെടുത്തിയതിന് ഇത് സൗണ്ടിൻ്റെ അവതാരകരോടും ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളോടൊക്കെ നന്ദി പറയുകയാണ്. ഒരു അഭിമുഖം എന്നുള്ളതിനേക്കാൾ അപ്പുറം മനസ്സ് തുറന്ന് കുറച്ച് നേരം സംസാരിക്കാൻ അങ്ങനെ തന്നെ കണക്കാക്കിയിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല, ജാടകളൊന്നുമില്ല. ഈ പറയുന്ന ഇത് തന്നെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ സംസാരിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും ബോറടിച്ചെങ്കിൽ ക്ഷമിക്കുക. ആർക്കും ബോറടിക്കില്ല, അടിപൊളി സംസാരിക്കുന്നു. ഞാൻ പ്രിപ്പയർ ചെയ്തു ക്വസ്റ്റ്യൻ വരെ മറന്നുപോയി എന്ന് പറഞ്ഞു. അല്ല, നമ്മൾ കൃത്രിമമായിട്ടുള്ള ചോദ്യോത്തരങ്ങളെക്കാൾ നല്ലത് ഫ്ലെക്സിബിളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സറിഞ്ഞ് ചിരിച്ചാൽ നിങ്ങൾ ചിരിക്കും, മനസ്സറിഞ്ഞ് കരഞ്ഞാൽ നിങ്ങൾ കരയും. അതിൻ്റെ ഇടയിൽ അഭിനയിച്ചാൽ നിങ്ങൾക്ക് അറിയാം അത് കള്ളത്തരാന്ന്. നമുക്ക് കള്ളത്തരം വേണ്ടെന്നേ. ഓക്കെ, സന്തോഷം. അപ്പോൾ ഒരു അടിപൊളി എപ്പിസോഡ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റഷീദ് പാർക്കൽ സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും ടീമിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു.